എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15ഉം 16ഉം വാക്യങ്ങൾ. മത്തായി 16-ന്റെ 15, 16 വാക്യങ്ങൾ. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് ശിഷ്യന്മാരോട് വ്യക്തിപരമായി ചോദിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് അവർ എന്തു പറയുന്നു എന്നതാണ്. ജനം വ്യത്യസ്തമായ തലത്തിൽ വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്യുന്നു. ഏലിയാവെന്നും മോശയെന്നും പ്രവാചകന്മാർ ഒരുവനെന്നും ഒക്കെ പറയുന്നു. എന്നാൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ശിഷ്യന്മാരുടെ പ്രതിനിധി എന്ന നിലയിൽ പത്രോസ് പറയുന്നത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നാണ്. എന്നാൽ പത്രോസിൻ്റെ ഏറ്റുപറച്ചിൽ ക്രൂശിൻ്റെ കാര്യം കഴിഞ്ഞ് യേശുവിൻ്റെ പുനരുത്ഥാനം വരെ ചെന്ന് എത്തുന്നതാണ്. ജീവനുള്ള എന്ന പ്രയോഗം യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധത്തിലേക്ക് ചെന്നുവെന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അവൻ പലപ്പോഴും ഇപ്രകാരം പറയുന്നു: ജീവനുള്ള പ്രത്യാശ, ജീവന്റെ വചനം, ജീവനുള്ള കല്ലുകൾ. 3 സുവിശേഷകന്മാരും ഈ രംഗം അല്പം ഭേദഗതിയോടെ രേഖപ്പെടുത്തുന്നുണ്ട്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് മത്തായി പറയുന്നു. മർക്കോസിൻ്റെ വാക്കുകളാണ് ഏറ്റവും ഹ്രസ്വമായത്. അതായത് നീ ക്രിസ്തുവാകും. മർക്കോസ് 8-ാം അധ്യായത്തിൽ. എല്ലാറ്റിനും വ്യക്തമായത് ലൂക്കോസിൻ്റെ വാക്കുകളാണ്. ലൂക്കോസ് 9-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം നോക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ ക്രിസ്തു. ഒരാളെങ്കിലും തന്നെ മശിഹ എന്ന് ഗ്രഹിച്ചതിൽ കർത്താവ് സന്തോഷിച്ചു. അതായത് അഭിഷിക്തനായത്. മശിഹ എന്നതും ക്രിസ്തു എന്നതും അഭിഷിക്തൻ എന്ന അർത്ഥം വരുന്ന ഒരേ പദമാണ്. ഒന്ന് എബ്രായ പദവും മറ്റേത് ഗ്രീക്ക് പദവുമാണ്. അഭിഷേകം ചെയ്താണ് രാജാക്കന്മാരെ പട്ടാഭിഷേകം നടത്തുന്നത്. മശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്നത് ദൈവം മനുഷ്യരുടെ മേലാക്കി വയ്ക്കുന്ന ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. ഈ ഭാഗത്ത് 2 ഗൗരവമായ സത്യങ്ങളുണ്ട്. അതിലൊന്ന് പത്രോസിൻ്റെ വാക്കുകളിൽ നമുക്ക് ഗ്രഹിക്കാം. ശ്രേഷ്ഠനായ മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അഭിപ്രായങ്ങൾ പോലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ അപര്യാപ്തമാണ് എന്നതാണ്. ഏലിയാവോ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നോ ഒക്കെ ജനം കർത്താവിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ തങ്ങൾക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനം കർത്താവിന് കൊടുക്കുന്നു എന്നാണ് ജനം കരുതിയത്. മനുഷ്യർ പ്രതീക്ഷിച്ച് കാത്തിരുന്ന മുന്നോടിയാണ് ഏലിയാവ്. ഇരമ്യാവിനൊരു സമുന്നത സ്ഥാനമുണ്ട്. കഷ്ടതയുടെ ദിവസങ്ങളിൽ ദൈവജനത്തിന് ഏറ്റവും സഹായിയായി അവരോട് കൂടെ ഇരുന്നിട്ടുണ്ട്. 400 വർഷക്കാലത്തേക്ക് യാതൊരു ദിവ്യ ശബ്ദവും തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാണ് യഹൂദന്മാർ കണക്കാക്കിയത്. എന്നാൽ ആ ഇടക്കാലത്തിന് ശേഷം ക്രിസ്തുവിൽ ദൈവിക ശബ്ദം കേൾക്കാൻ അവർക്ക് കഴിഞ്ഞു. മാനുഷിക നാവുകൾക്കും തൂലികയ്ക്കും യേശുവിനെ വർണ്ണിക്കാൻ ഒരിക്കലും സാധ്യമല്ല. എത്ര വർണ്ണിച്ചാലും അത് അപര്യാപ്തമാണ്. രണ്ടാമത് ഈ ഭാഗം മറ്റൊരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശുവിനോട് ഓരോരുത്തരും വ്യക്തിപരമായി ബന്ധം പുലർത്തേണ്ടതാണ്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് യേശു ചോദിക്കുന്നു. ഈ ബന്ധം അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ പീലാത്തോസും യേശുവുമായി നടന്ന സംഭാഷണം നമ്മൾ യോഹന്നാൻ 18-ാം അധ്യായത്തിൽ കാണുന്നു. ഒരുവൻ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള സകല വചനങ്ങളും ഗ്രഹിച്ചു എന്ന് വരാം. മനുഷ്യന്റെ ബുദ്ധിയിൽ എത്തുന്ന ക്രിസ്തീയ സിദ്ധാന്തങ്ങളെല്ലാം
ഒരുവൻ ഗ്രഹിച്ചു എന്നും വരാം. വലിയ വേദശാസ്ത്രികൾ യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതിൻ്റെ സംഗ്രഹം ഗ്രഹിച്ചു എന്നും ഒരു പക്ഷെങ്കിൽ വരാം. എങ്കിലും അവനൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ വിശ്വാസി അല്ലാതെ ആയിരുന്നിരിക്കാം. യേശുവിനെ ആർക്ക് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, യേശു ആരാണെന്ന് പറയാം. എന്നാൽ യേശുവിനോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ യേശു ആരാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രസക്തം. നമ്മുടെ ജീവിതത്തിൽ യേശു ആരാണ്? ആ ഒരു ചോദ്യം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലുമുണ്ട്. രക്ഷിതാവെന്നും സഖിയെന്നും വീണ്ടെടുപ്പുകാരനെന്നും ഒക്കെ നമുക്ക് ഒരുപാട് ഉത്തരങ്ങളുണ്ട്. എന്നാലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് നമുക്ക് ആരാണ്? മൊത്തത്തിൽ എല്ലാവരും പറയുന്ന ഒരു കോമൺ ആൻസർ അല്ല ഇതിന് വേണ്ടത്. ജീവിതാനുഭവങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉത്തരമാണ്. കർത്താവ് നമുക്ക് ആരാണ്? ഈ ചോദ്യം നമ്മുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ അത് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് മാത്രമേ ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നമ്മൾ ആരാണ് എന്ന് നമ്മളെ കാണുന്നവരും കേൾക്കുന്നവരും നമ്മോട് കൂടെ ഇരിക്കുന്നവരും പറയുന്നതാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ സ്വയമേ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. നമ്മോട് കൂടെ നിൽക്കുന്ന ആളുകൾ, നമ്മളെ കാണുന്നവർ, കേൾക്കുന്നവർ, അവർ പറയുന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഒരു ക്രിസ്തീയ വിശ്വാസം നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപാകെ ഈ ഒരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ആരാണ്? പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഉറക്കവും ഉണർവും ദാനമായി നൽകിയല്ലോ. സാധ്യതകളുടെ പകലിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. ഇന്ന് പകൽക്കാലം അവിടുത്തെ കൃപയിൽ ശരണപ്പെടുന്നു. ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ കർത്താവ് അറിയണമേ. വഴികളെ തുറക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കാവലും ആലോചനയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.